സ്റ്റെഫിൻ, ആദ്യം ഈ വെടിയുതിർന്ന സംഭവം അറിഞ്ഞ് അവിടെ എത്തിയപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എങ്കിൽ ഈ മണിക്കൂറിൽ കൂടുതൽ വ്യക്തത കാര്യങ്ങൾക്കുണ്ടാകുന്നു. 3 തവണ വെടിയുതിർത്തു. അവരെക്കുറിച്ചുള്ള രൂപമടക്കം ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. പരിസരവാസികളുടെ മൊഴി ഉൾപ്പെടെയുണ്ട്. വാഹനത്തിൻ്റെ ഉൾപ്പെടെ എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിട്ടുള്ളത്, അവിടുത്തെ സമീപവാസികൾ പങ്കുവയ്ക്കുന്നത്? രതീഷ്, ഏതായാലും ഈ വെടിയുതിർത്തത് ഈ ഒരു സംഭവം ആസൂത്രിതമാണ് എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഈ വീട് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിനിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രതിയായിട്ടുള്ള സ്ത്രീ എത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർന്നു വരികയാണ്. ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വന്നിരുന്നു. അതിനുശേഷം അവർ ഇവിടെ വന്ന് ഈ വീട്ടുകാരുടെ എല്ലാം മൊഴി എടുത്ത ശേഷം ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഫോറൻസിക്കിനടക്കം കൂടുതൽ പരിശോധനകളൊക്കെ ഈ വീട്ടിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഫോറൻസിക് സംഘമൊക്കെ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും ഈ കേസിൽ നിർണായകമാകുന്നത് ഇവരുടെ മൊഴി തന്നെയാണ്. അതോടൊപ്പം അതിൽ നിന്നും ഏറെ വ്യക്തമാകുന്നത് ഉയരം കൂടിയ ഒരു സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ മുഖം മറച്ചാണ് എത്തിയത്, തല മറച്ചിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണം, പ്രത്യേകിച്ചും ഈ സമീപത്തുള്ള CCTV-കളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും നടക്കാൻ ഇരിക്കുന്നത്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഷിനിയുമായിട്ട് ഒരു വ്യക്തിവിരോധം ആർക്കെങ്കിലും ഉണ്ടോ എന്ന ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ അത്തരം സൂചനകളൊന്നും തന്നെ എന്തുവായാലും ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർക്ക് മറ്റ് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ആകെ ഈ ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ നമ്മോട് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ ഗുണ്ടാ സംഘം ഇതിന് പിന്നിലാകാം, അല്ലെങ്കിൽ മാല മോഷ്ടിക്കാൻ വേണ്ടി വന്നതാകാം എന്നൊക്കെയുള്ള ഒരു സംശയമല്ലാതെ ആരാണ് എന്ന് കൃത്യമായി ഈ പറയുന്നതിന് വേണ്ടി അവർക്കും ഒരു വിവരം തന്നെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ 3 തവണ വെടിയുതിർത്തു. അത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഷിനിക്ക് കയ്യിൽ പരിക്കേറ്റത്, വെടികൊണ്ടത്. അതിനുശേഷം ഉടൻ തന്നെ ഇവിടെ നിന്നും ഈ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ വീടിന് സമീപത്ത് ഒന്നും തന്നെ വാഹനം കൊണ്ട് ഈ പ്രതി ഇട്ടിരുന്നില്ല. അതിലും പ്രത്യേകിച്ചും ഒരു കാരണം, ഈ ഭാഗത്ത് ഈ വഴി കയറി കഴിഞ്ഞാൽ ഇതൊരു 4 വീട് മാത്രമേ ഈ ഭാഗത്തുള്ളൂ. ഈ വഴി ചെന്ന് നിൽക്കുന്നതും ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ്. അതുകൊണ്ട് തന്നെ വാഹനമൊക്കെ തിരിക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ച് അകലെയാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീട്ടിൽ നിന്നും ഷിനിയെ വെടിവെച്ച ശേഷം ഇതുവഴി ഈ പോലീസ് വാഹനം കിടക്കുന്ന ഈ വഴി നേരെ പോയി അവിടെ ഒതുക്കിയിട്ടിരുന്ന വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ആസൂത്രിതമായി ആരോ എത്തി വെടിയുതിർത്തു എന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. പക്ഷേ ഇപ്പോഴും അത് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി ഒരു ഊർജിതമായ ശ്രമമാണ്, അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത്. ശരി, വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ CCTV-യിൽ നിന്ന് വ്യക്തമായി എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. TS ഹരികൃഷ്ണ കൂടിയുണ്ട്. ഹരി, വളരെ നിർണായകമായ വിവരമാണ് നേരത്തെ സ്റ്റെഫിനും ഹരിയും പങ്കുവച്ചത്. അവിടെ CCTV-യിൽ വാഹനം ഏതാണ്, അതിൽ 2 പേരുണ്ടായിരുന്നു, ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടായിരുന്നു എന്ന വിവരമുണ്ട്. അത് ഏത് കാറായിരുന്നു? അല്പം മുമ്പ് ആ കാറിൽ പതിച്ചിരുന്ന നമ്പർ, അതുള്ള കാറിൻ്റെ ഉടമസ്ഥയുമായി സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അവർ പറയുന്നത് ആ കാർ വിറ്റതാണ്. അവർ പറയുന്ന സ്വിഫ്റ്റ് കാർ ആയിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത്? ഇല്ല, ഇത് രണ്ടും 2 കാറാണ്. അതായത് ഇന്ന് ഈ കൃത്യം നടത്താൻ ഉപയോഗിച്ച ഈ പ്രതികൾ എത്തിയ വാഹനം അത് മറ്റൊരു കാർ. നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ഒരു സിൽവർ കളർ സെലേരിയോ വാഹനമാണ് ഇന്ന് അവർ പ്രതികൾ എത്തിയത്. വണ്ടി നമ്പർ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നതും KL20G1155 എന്ന നമ്പറാണ്. ആ നമ്പർ കേന്ദ്രീകരിച്ചാണ് നമ്മളും അന്വേഷണം നടത്തിയത്. റഹീന ബീഗം എന്ന പേരിലുള്ള ആളിന്റെ വണ്ടിയായിരുന്നു അത്. ആര്യനാട് സ്വദേശിയാണ് ഈ റഹീന ബീഗം. ഇവരുടെ വാഹനം ഒരു സ്വിഫ്റ്റ് വണ്ടിയായിരുന്നു. പക്ഷേ ഞാൻ അവരെ ഫോണിൽ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് അവരുടെ വാഹനം ഈ മാസം തന്നെ 15-ാം തീയതി, കഴിഞ്ഞ ആഴ്ച ഈ വാഹനം കോഴിക്കോടുള്ള ഒരാൾക്ക് വിറ്റിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കൃത്യം ആസൂത്രണം ചെയ്ത ഒരു സംഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല പ്രതികൾ വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി, നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. 2011 വാഹനം എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഹരി, പോലീസ് ഈ വാഹനം എങ്ങോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും പരിശോധിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ വീടിന് തൊട്ടടുത്ത ഒരു അപ്പാർട്ട്മെന്റിലെ CCTV-യിൽ നിന്നാണ് വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ ലഭിച്ചത്. മറ്റിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ പുരോഗതി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഏത് ഭാഗത്തേക്ക് വാഹനം പോയി എന്നടക്കമുള്ള സമീപവാസികളുടെ ഉൾപ്പെടെ കൂടുതൽ പ്രതികരണങ്ങൾ പോലീസിന്, മൊഴികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ?
ഇത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഈ സംഭവം നടന്ന വീടിന്റെ ഭാഗത്തു നിന്ന് ഒരു പോക്കറ്റ് റോഡാണ് മെയിൻ റോഡിലേക്ക് വന്നിറങ്ങുന്നത്. ആ മെയിൻ റോഡിലേക്ക് വന്നിറങ്ങി ഈ വാഹനം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ, ഈ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിന്റെ CCTVയിൽ ഒരുപക്ഷെ ഈ വാഹനത്തിന്റെ ദൃശ്യം കൂടുതൽ വ്യക്തമാകാൻ സാധ്യതയുണ്ട്. പോലീസ് അത് തേടുന്നുണ്ട്. ഇത് മാത്രമല്ല, ആ പരിസരത്തുള്ള ഈ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ആ സമയത്തുള്ള ഈ സെലേറിയ വാഹനവും വണ്ടിയുടെ കളറും നമ്പരും ഒക്കെ പരിശോധിച്ച് അത് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ CCTVകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വണ്ടി എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പോലീസ് പക്ഷേ ഇപ്പോൾ തന്നെ അത് കണ്ടെത്തി കാണണം. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, പോലീസ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ആ വണ്ടിയുടെ നമ്പർ വ്യാജമാണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷിനി ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ്. കൈപ്പത്തിയിൽ വെടിയേറ്റിട്ടുമുണ്ട് എന്നതും സ്ഥിരീകരിക്കപ്പെടുകയാണ്.